ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടില് മുടന്തനായിട്ടുള്ള മോര് കാണുന്ന മനോഹരമായിട്ടുള്ള, തുടർന്ന് അവര് ഇവിടെ ഉണ്ടായിരുന്ന പുല്ല് മേഞ്ഞിരുന്ന ദേവാലയത്തിന് നേർച്ച, ധാരാളം പേര് ആ നേർച്ച ബീച്ചിലേക്ക് കയറി. ഇവിടെ നല്ല രസമാട്ടോ ഈവനിങ് ടൈമില്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറിയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കപ്പോൾ കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ട്രെയിൻ വന്നിട്ടോ. ഇതാണ് കേട്ടോ കാരക്കൽ എക്സ്പ്രസ്. ഈ ട്രെയിൻ കയറിയാൽ നമുക്ക് നാഗപട്ടണത്ത് ഇറങ്ങാം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ നാഗപട്ടണത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോവാൻ 13 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇവിടെ ഒത്തിരി ഓട്ടോറിക്ഷ കിട്ടും. അത് കാരണം നമ്മൾ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ വേളാങ്കണ്ണിയിലെത്തി കേട്ടോ. ഇതാണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് റൂം എടുക്കാനുള്ള സ്ഥലം. പള്ളിയുടെ വകയാണ്. ഇവിടുന്ന് റൂം എടുക്കേണ്ടവർക്ക് ആധാർ കാർഡും കയ്യിൽ കൊണ്ടുവരണം കേട്ടോ. വേളാങ്കണ്ണി അറബിക്കടലിന്റെ തീരത്ത് കിടക്കുന്ന, ഒരു കാലത്ത് തികച്ചും അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ദിനം പ്രതി ആയിരങ്ങൾ എത്തിച്ചേരുന്ന മനോഹരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. 3 പ്രാവശ്യം മാതാവിന്റെ അത്ഭുതകരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളാണ് ഈ വേളാങ്കണ്ണിയും പരിസരങ്ങളും. ഇന്നും ഇവിടെ കടന്നു വരുന്ന ധാരാളം പേർക്ക് ആ മാതാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാറുണ്ട്. ഇന്ന് ഈ കാണുന്ന ബസലിക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നേരത്തെ പുല്ലുകൊണ്ടുള്ള ഒരു ദേവാലയമായിരുന്നു. അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടില് മുടന്തനായിട്ടുള്ള മോര് വിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ മാതാവ് പ്രത്യക്ഷപ്പെടുകയും കുട്ടിയോട് ഇവിടെ ഒരു ദേവാലയം പണിയാനായിട്ട് അങ്ങകലെ നാഗപട്ടണത്തുള്ള ഒരു വ്യക്തിയോട് എന്ന് പറയാനായിട്ട് ആവശ്യപ്പെട്ടു. മുടന്തനായിട്ടുള്ള കുട്ടിക്ക് അതിന് സാധിക്കുമായിരുന്നു. മാതാവ് കുട്ടിയെ സുഖപ്പെടുത്തി. ഈ സംഭവത്തിന് ശേഷം മാതാവിന് ആരോഗ്യ മാതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. അതിനുശേഷം കുട്ടി അവിടെ പോയി അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെ ഇവിടെ അദ്ദേഹം പുല്ലുമേഞ്ഞ ആ ഒരു ദേവാലയം ഇവിടെ പണിതു. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിൽ ഇന്ന് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പോർച്ചുഗീസ് മാതൃകയിലുള്ള ദേവാലയം പണിയുന്നതിന് പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത്, പോർച്ചുഗീസ് നാവികര് കപ്പലിൽ ഓസ്ട്രിയയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ മാതാവിന്റെ ആയിട്ടുള്ള ഈ നാവികര് പോകുന്ന യാത്രാമധ്യയിൽ കടല് പ്രക്ഷുബ്ധമാവുകയും അവര് മാതാവിനോട് തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് തങ്ങൾ ഏത് കരയിലാണോ അടിയുന്നത് അവിടെ മാതാവിന്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയാമെന്ന് നേർച്ച പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കപ്പൽ അടിഞ്ഞത് വേളാങ്കണ്ണിയിലാണ്. തുടർന്ന് അവര് ഇവിടെ ഉണ്ടായിരുന്ന പുല്ല് മേഞ്ഞിരുന്ന ദേവാലയത്തിന്റെ സ്ഥാനത്ത് മനോഹരമായിട്ടുള്ള ഇന്ന് കാണുന്ന ഈ ദേവാലയം പണിയപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്.
പരിശുദ്ധ അമ്മയുടെ കുളം. 16-ാം നൂറ്റാണ്ടിൽ മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. ഒരു ഹൈന്ദവനായിട്ടുള്ള പാൽക്കാരൻ ബാലന് ഇവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഈ കുളം പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് ഈ മുട്ടുമേൽ എഴിയുന്ന നീന്തി നേർച്ച. ഇവിടെ നമുക്ക് 14 സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം. 14 സ്ഥലങ്ങൾ മുട്ടുമേൽ എഴിയുന്ന ഈ നേർച്ച. ധാരാളം പേര് ആ നേർച്ച നടത്തുന്നത് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ധാരാളം തട്ടിപ്പുകളും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള നേർച്ചകൾ നടത്തുക, അതല്ലാത്ത പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരെ സമീപിക്കുമ്പോഴതൊന്നും നമുക്ക് ഇതായിട്ട് തോന്നുന്ന നേർച്ചകൾ മാത്രം നിറവേറ്റുക. പ്രത്യേകിച്ച് തലമുക്കെ മുട്ടയടിക്കാൻ പോകുമ്പോൾ ധാരാളം രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തട്ടിപ്പുകളിലൊന്നും പെടാതിരിക്കുക. ഇനി ഞങ്ങൾ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലത്താണ്. ഞങ്ങൾ ബീച്ചിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. പള്ളി വരുന്ന എല്ലാവരും ഈ ബീച്ചിലേക്ക് വരും. ഇവിടെ നല്ല രസമാട്ടോ ഈവനിങ് ടൈമിൽ. എനിക്ക് ആൾഡറിനും ഒക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ കളിക്കാൻ. ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.